ഭരണം കിട്ടിയാല് മുഖ്യമന്ത്രി ആരെന്നതില് തർക്കമില്ലെങ്കിലും ഭരണം നഷ്ടമായാല് പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നതില് ആകാംക്ഷ. പിണറായി പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കില് അടുത്ത നേതൃത്വം ആരെന്ന ചർച്ച പാർട്ടി നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും സജീവമാവുകയാണ്. അടുത്ത നിരയിലേക്ക് പരിഗണിക്കുന്നവരില് ആരൊക്കെ ജയിക്കും എന്നതിലും പാർട്ടിക്കുള്ളില് ആശങ്കയുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ മുഖ്യമന്ത്രി ചർച്ചകളാണ് കോൺഗ്രസിനെ സജീവമാക്കുന്നത്. എന്നാല് ഭരണമില്ലെങ്കില് മുന്നണിയെ സഭയിൽ പിണറായി നയിക്കുമോ എന്നത് ഇനിയും വ്യക്തതയില്ലാത്ത ചോദ്യമാണ്. നേതാക്കളാക്കട്ടെ പ്രതികരിക്കാന് തയ്യാറുമല്ല. തിരഞ്ഞെടുപ്പ് ഫലം വരാന് ഒരാഴ്ച ബാക്കി നിൽക്കെ ഭരണം നിലനിർത്താവുമെന്ന് ആത്മവിശ്വാസത്തില് തന്നെയാണ് ഇടതുമുന്നണി. പിണറായി വിജയന് നയിച്ച തെരഞ്ഞെടുപ്പില് തുടർഭരണമുണ്ടാല് മുഖ്യമന്ത്രി പിണറായി അല്ലാതെ മറ്റാരുമല്ല. മറിച്ചാണ് ഫലമെങ്കില് പിണറായി മുന്നണി നയിക്കാന് പ്രതിപക്ഷത്തിരിക്കുമോ എന്നുള്ള ആശങ്ക സിപിഎം നേതാക്കൾക്കും അണികൾക്കുമുണ്ട്. ഇതോടെയാണ് എൽഡിഎഫ് പ്രതിപക്ഷത്തെങ്കില് നേതൃത്വത്തിലേക്ക് ആരെന്ന ചർച്ചകള് പാർട്ടി കേന്ദ്രങ്ങളില് സജീവമായിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയായും മുഖ്യമന്ത്രിയായും പാർട്ടിയെയും മുന്നണിയെയും കെട്ടുറപ്പോടെ നയിച്ചത് പിണറായിയാണ്. പിണറായിയുടെ പിൻഗാമിയായി പാർട്ടി സെക്രട്ടറിയായ കോടിയേരിയുടെ വിയോഗമാണ് അടുത്ത നേതൃത്വം ആരെന്ന ചിന്തയിലേക്കെത്തിക്കുന്നത്. നിലവില് പാർട്ടി സെക്രട്ടറിയായ PB അംഗം MV ഗോവിന്ദന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P രാജീവ്, KN ബാലഗോപാല്, KK ശൈലജ എന്നിവരാണ് പിണറായിയുടെ പകരക്കാരായി എത്തേണ്ടത്. എന്നാല് MV ഗോവിന്ദന് മുന്നണിയെ നയിക്കാനുള്ള സാധ്യത കുറവാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കളമശ്ശേരിയിലും മത്സരിച്ച P രാജീവിന്റെയും കൊട്ടാരക്കരയിലും മത്സരിച്ച ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്താവും എന്ന ആശങ്ക പാർട്ടിക്കുള്ളിലുണ്ട്. പിന്നീട് പരിഗണിക്കേണ്ട മറ്റൊരു നേതാവായ KK ശൈലജയാവട്ടെ പേരാവൂരില് ജയിക്കുമെന്ന കാര്യത്തില് ഒരു ഉറപ്പും പാർട്ടിക്കില്ല. പേരാമ്പ്രയില് TP രാമകൃഷ്ണനും കനത്ത വെല്ലുവിളിയാണ് നേരിട്ടത്. എന്നാല് ജയമായാലും പരാജയമായാലും നേതൃസ്ഥാനത്ത് പിണറായി തന്നെ എന്നതാണ് ഭൂരിപക്ഷം പാർട്ടി നേതാക്കളുടെയും വിശ്വാസം. LDF പരാജയപ്പെട്ടാല് പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായി ഇരിക്കുമെന്ന് കരുതുന്നവരും പാർട്ടിയിലേറെയാണ്.